സ്ത്രീയുടെ ആരോഗ്യം എന്നുള്ളത് മുമ്പ് ചിന്തിക്കപ്പെടാത്ത ഒരു വിഷയമായിരുന്നു. 1950 വരെ ഒരു ശാസ്ത്രീയ പഠനത്തിലും സ്ത്രീയുടെ ആരോഗ്യം എന്നുള്ള ഒരു സംഗതി ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു. അതായത് ഇപ്പൊ ഒരു പരീക്ഷണം നടത്തുമ്പോഴും അതിൽ പുരുഷന്മാരെ മാത്രമായിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത്. കാരണം ആ പരീക്ഷണങ്ങളിലൂടെ ഭാവിയിൽ ജനിക്കാനിരിക്കുന്ന കുട്ടികൾക്ക് ദോഷഫലങ്ങൾ ഉണ്ടാകും എന്നുള്ള ഒരു ചിന്തയിലൂടെ സ്ത്രീകളെ ഉൾപ്പെടുത്തിയിട്ടേ ഇല്ലായിരുന്നു. അപ്പൊ സ്ത്രീകളുടെ ആരോഗ്യം എന്നുള്ള ഒരു വിഷയം ചിന്തനീയമായിട്ട് പോലും കണക്കാക്കപ്പെട്ടിട്ടില്ലായിരുന്നു. പിന്നെ എന്തുണ്ടെങ്കിലും സ്ത്രീക്ക് വയറ്റുവേദന വന്നാലും തലവേദന വന്നാലും ബോധക്ഷയം വന്നാലും ഒക്കെ തന്നെ അത് ഹിസ്റ്റീരിയ അല്ലെങ്കിൽ മനസ്സിനോട് അനുബന്ധമായിട്ടുള്ള ഒരു കാര്യമായിട്ടായിരുന്നു കണക്കാക്കിയിരുന്നത്. അപ്പൊ ഹിസ്റ്റീരിയ എന്നുള്ള വാക്ക് വരുന്നത് തന്നെ ഹിസ്റ്റർ എന്ന് പറയുന്ന യൂട്രസ് എന്ന ഒരു വാക്കിൽ നിന്നാണ്. ഹിസ്റ്റർ എന്ന് പറയുന്ന യൂട്രസ് എന്നാണ്. അപ്പം സ്ത്രീയെ സംബന്ധിക്കുന്നതെല്ലാം തന്നെ യൂട്രസിന്റെ ഒരു ഭാഗമായിട്ട് അല്ലെങ്കിൽ സ്ത്രീത്വത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു റീപ്രൊഡക്റ്റീവ് ഓർഗൻസിന്റെ അതിന്റെ ഒരു ഭാഗമായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. പക്ഷെ അങ്ങനെയല്ല, പുരുഷന്മാർക്ക് ഉള്ള എല്ലാ പ്രശ്നങ്ങളും സ്ത്രീകൾക്കുണ്ടാകാം. ജീവിതശൈലി രോഗങ്ങൾ മുതൽ എല്ലാ പ്രശ്നങ്ങളിലും അണുബാധകൾ എല്ലാം തന്നെ സ്ത്രീകളിൽ ഉണ്ടാവാം. പക്ഷെ സ്ത്രീകളിലെ ശരീരത്തിൽ അതിന്റെ വരുന്ന ആഘാതങ്ങൾ, പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ സ്ത്രീ മരുന്നുകളോട് പ്രതികരിക്കുന്ന രീതി, അതിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. അപ്പം സ്ത്രീയെ സംബന്ധിച്ച് എടുക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ സംബന്ധിക്കുന്ന അസുഖങ്ങൾ, അതായത് മാസമുറയെ സംബന്ധിക്കുന്ന അസുഖങ്ങൾ അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസ്, ഇതെല്ലാം കണക്കിൽ എടുക്കുകയാണെങ്കിൽ അതിനൊരു വലിയ പങ്ക് തന്നെയുണ്ട്. പക്ഷെ അത് കൂടാതെ മറ്റ് അസുഖങ്ങൾ, പ്രത്യേകിച്ച് എല്ലുകളുടെ ബലക്കുറവ്, മാസമുറ നിന്ന് കഴിയുമ്പോൾ അല്ലെങ്കിൽ മെനോപോസ് ആയി കഴിയുമ്പോൾ വരുന്ന വളരെ തീവ്രമായിട്ട് അല്ലെ വളരെ വേഗത്തിൽ വരുന്ന ഓസ്റ്റിയോപൊറോസിസ് അല്ലെ അസ്ഥികളുടെ ബലക്ഷയം എന്നുള്ള ഒരു സംഗതി, അതിനുശേഷം വരുന്ന ജീവിതശൈലി രോഗങ്ങൾ എന്നെല്ലാം തന്നെ പഠന വിധേയമാക്കേണ്ടതാണ്. ഇപ്പൊ ഏറെക്കുറെയൊക്കെ പഠിച്ചു വരുന്നുമുണ്ട്. അതിനേക്കാൾ ഉപരി രസകരമായ ഒരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത്, ചില രോഗങ്ങൾ സ്ത്രീകളിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഉദാഹരണത്തിന് ഇപ്പോ എടുക്കുകയാണെങ്കിൽ ചില മാനസിക രോഗങ്ങൾ, ആങ്സൈറ്റി, ഡിപ്രഷൻ, വിഷാദ രോഗം അല്ലെങ്കിൽ ഉത്കണ്ഠാരോഗം എന്ന് പറയുന്ന രോഗങ്ങളൊക്കെ സ്ത്രീകളിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുന്നത് നമ്മുടെ രോഗപ്രതിരോധ ശേഷി നമ്മൾക്ക് ആവശ്യമുള്ള കോശങ്ങൾക്കെതിരെ തിരിയുകയാണെങ്കിൽ അതിന് ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയും. നമ്മുടെ രോഗപ്രതിരോധ ശേഷിയുടെ നോർമൽ കേസിലുള്ള ജോലി എന്ന് പറയുന്ന വെളിയിൽ നിന്ന് വരുന്ന അണുക്കളെ പ്രതിരോധിക്കുക. പക്ഷെ നമ്മുടെ കോശങ്ങളിൽ തന്നെ അത് അറ്റാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ടുള്ള സന്ധി രോഗങ്ങളും പല ആന്തരിക അവയവങ്ങളുടെ രോഗങ്ങളും സ്ത്രീകളിലാണ് കൂടുതൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. പിന്നെ ഈവൻ കോമൺ അസുഖങ്ങൾ എടുത്താൽ പോലും ചില അസുഖങ്ങളൊക്കെ സ്ത്രീകളിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഹൃദ്രോഗം, മസ്തിഷ്കാഘാതം, ഈ രോഗങ്ങളൊക്കെ താരതമ്യേന പുരുഷനിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. പിന്നെ സ്ത്രീയുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനം ഒന്നെന്ന് പറഞ്ഞാല് സ്ത്രീ തന്റെ ആരോഗ്യ പ്രശ്നങ്ങൾ ഗൗരവമായിട്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ്. സ്ത്രീ ഗൗരവമായിട്ട് എടുക്കാത്തത് കൊണ്ട് ഒരുപക്ഷെ ആശുപത്രിയിൽ എത്താൻ പോലും വൈകുന്നു. ഒരു മസ്തിഷ്കാഘാതം തന്നെ എടുക്കുകയാണെങ്കിൽ എത്ര വേഗം ആശുപത്രിയിൽ എത്തുന്നോ അത്രയും വേഗം കെയർ കിട്ടും, അത്രയും ഡാമേജ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. പക്ഷേ പലപ്പോഴും പുരുഷൻ എത്തുന്നതിനേക്കാൾ വളരെ വേഗത കുറഞ്ഞാണ് സ്ത്രീ എത്തുന്നത്. അതായത് ഒരുപാട് താമസിച്ചാണ് വൈദ്യസഹായം തേടുന്നത്. രണ്ടാമത്, സ്ത്രീ ഒരു കാര്യം പറയുകയാണെങ്കിൽ തന്നെ അല്ലെങ്കിൽ ഒരു അസുഖ ലക്ഷണം പറയുകയാണെങ്കിൽ തന്നെ വീട്ടുകാർ അതിനെ ഗൗരവമായിട്ട് എടുക്കുന്നത് കുറച്ച് കുറവാണ് എന്നാണ് പഠനങ്ങൾ തന്നെ തെളിയിക്കുന്നത്. അപ്പോൾ സ്ത്രീ തന്റെ ആരോഗ്യത്തിനെ ഗൗരവമായിട്ട് എടുക്കുന്നില്ല. ഇനി അഥവാ സ്ത്രീ ആ ലക്ഷണങ്ങൾ പറയുകയാണെങ്കിൽ വീട്ടുകാർ അതിനെ ഗൗരവമായിട്ട് എടുക്കുന്നില്ല. ഇതിന്റെ ഫലമായിട്ട് ആശുപത്രിയിൽ എത്തുന്നതും വൈദ്യസഹായം തേടുന്നതും ഒക്കെ വൈകിയാണ് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പോൾ സ്ത്രീയുടെ ആരോഗ്യം എന്നുള്ള ഒരു ആരോഗ്യ മേഖല അല്ലെങ്കിൽ ഒരു വിഷയം തന്നെ ഉണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കണം.
ഇതിനകത്ത് സമൂഹവും സ്ത്രീയും എന്നുള്ളത് ഏറ്റവും വലിയ വിഷയമാണ്. സമൂഹത്തിൽ സ്ത്രീയുടെ സ്ഥാനം, അല്ലെങ്കിൽ സ്ത്രീക്ക് സമൂഹത്തിൽ കിട്ടുന്ന പ്രിവിലേജസ് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ അങ്ങനെയുള്ള സാമൂഹികമായിട്ടുള്ള നമ്മുടെ നിലനിൽക്കുന്ന ഒരു സിറ്റുവേഷനുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ സ്ത്രീയുടെ ആരോഗ്യം നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ചില രോഗങ്ങൾ സ്ത്രീകളിലാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പൊ ഇത്തരത്തിൽ സന്ധിവാതം പോലെയുള്ള രോഗങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ കൂടുതൽ സീരിയസ് ആയിട്ടുള്ള സന്ധിവാതങ്ങൾ ഉണ്ടോ എന്നുള്ള തെരച്ചിൽ നടത്തുന്നത് സ്ത്രീകളിലാണ് അധികമായിട്ട്. അപ്പൊ സ്ത്രീയുടെ ആരോഗ്യം എന്നുള്ളത് ഒരു പഠന വിഷയം ആക്കേണ്ടത് കാലത്തിന്റെ തന്നെ ഒരു ആവശ്യമാണ്.